നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. IPL താരലേലത്തിന് ശേഷം ഓരോ ടീമുകളെയും പരിചയപ്പെടുത്തുന്ന വീഡിയോ സീരീസിൻ്റെ 8ാം എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഡൽഹി ക്യാപിറ്റൽസിനെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ആരൊക്കെയാണ് സ്ക്വാഡിലുള്ളത്, എത്ര രൂപ ചിലവഴിച്ചു, എത്ര താരങ്ങൾ സ്ക്വാഡിലുണ്ട്, ഇതൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. 119.8 കോടിയാണ് അവർ ഓപ്ഷനിലും അതുപോലെ റീറ്റൻഷനും ഒക്കെ ആയിട്ട് ചിലവാക്കിയിട്ടുള്ളത്. 20 ലക്ഷം രൂപ പേഴ്സണലിന് ബാക്കിയുണ്ട്. 23 അവരുടെ സ്ക്വാഡ് സൈസ്. മിനിമം വേണ്ട സ്ക്വാഡ് സൈസ് 18 മാക്സിമം 25 സോ 23 അംഗ സ്ക്വാഡ് തന്നെ അവർ അസംബിൾ ചെയ്തിട്ടുണ്ട്. അവർ പ്രധാനമായും വിളിച്ചെടുത്ത താരം KL രാഹുൽ. അവർക്ക് നായകനാക്കുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് KL രാഹുലിനെ എത്തിച്ചിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. സോ KL രാഹുൽ, അതോടൊപ്പം അവർ നിലനിർത്തിയ ഇന്ത്യൻ സ്പിന്നേഴ്സ് ഉണ്ട്. അക്സർ പട്ടേൽ, അദ്ദേഹത്തെ ഇപ്പോൾ സ്പിന്നർ എന്ന് മാത്രം വിളിക്കാൻ കഴിയില്ല, ഓൾറൗണ്ടറായി പരിവർത്തനം ചെയ്യപ്പെട്ട അക്സർ പട്ടേലും കുൽദീപ് യാദവും. പിന്നെ സൗത്ത് ആഫ്രിക്കൻ വെടിക്കെട്ട് ബാറ്റർ ട്രിസ്റ്റൻ സ്റ്റബ്സ് നിലനിർത്തിയ താരങ്ങളാണ്. സോ ഈ താരങ്ങൾ, പിന്നെ അഭിഷേക് പോറൽ, മിച്ചൽ സ്റ്റാർക്കിനെ കൊണ്ടുവന്നു. സ്റ്റാർക്ക് കഴിഞ്ഞ തവണ വലിയ തുക IPL താരലേലത്തിൽ നേടിയിട്ടുള്ള താരം. KKRന് വേണ്ടി ആയിരുന്നു അദ്ദേഹം പോയ സീസണിൽ കളിച്ചത്. കിരീടത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നതിൽ നോക്കൗട്ട് മത്സരങ്ങളിലൊക്കെ അദ്ദേഹം പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയും ചെയ്തു. സോ മിച്ചൽ സ്റ്റാർക്ക്, ഒപ്പം ജെയ്ക്ക് ഫ്രേസർ മക്കാർക്കിനെ അവർ റിലീസ് ചെയ്തിരുന്നെങ്കിലും തിരികെ എത്തിച്ചിട്ടുണ്ട്. വെടിക്കെട്ട് ബാറ്ററാണല്ലോ. ആ വെടിക്കെട്ട് ഇത്തവണയും അവരുടെ നിരയിലുണ്ട്. പിന്നെ ഹാരി ബ്രൂക്കിനെ കൊണ്ടുവന്നു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷ് താരം. അദ്ദേഹം IPL അത്ര അങ്ങ് തിളങ്ങിയിട്ടില്ല. സമ്മിശ്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഫോം എന്ന് പറയാം. ഇത്തവണ പക്ഷേ ആരാധകർ വലിയ പ്രതീക്ഷയിലാണ്. ഹാരി ബ്രൂക്ക് പൊളിച്ചെടുക്കുമെന്ന് കരുതുന്നു. ഒപ്പം നട്ടുവിനെ എത്തിച്ചിട്ടുണ്ട്, T നടരാജൻ. കൂടാതെ കരുൺ നായർ, സമീർ റിസ്വി. അത് ഓപ്ഷനിലെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു. CSK അദ്ദേഹത്തിന് വേണ്ടി വലിയ പോക്കൊന്നും പോയില്ല എന്നുള്ളത്. സമീർ റിസ്വി ഇത്തവണ ഡൽഹിക്ക് വേണ്ടി പൊളിച്ചെടുക്കും എന്ന പ്രതീക്ഷയിൽ ആരാധകർ. അപ്പോൾ ആശുതോഷ് ശർമ്മ, അത് ഒരു വലിയ ബൈ തന്നെയാണ്. അപ്പം മോഹിത് ശർമ്മ, ഫാഫ് ഡുപ്ലസിക്ക് പ്രായമായി, സംഗതി ശരിയാണ്. പക്ഷേ ഡുപ്ലസി ഇപ്പോഴും ഫോമിൽ കളിച്ചാൽ മറ്റാരെക്കാളും അടിച്ച് തകർക്കാൻ കെൽപ്പുള്ള താരമാണ്. സോ ഫാഫ് ഡുപ്ലസി സ്ക്വാഡിലുണ്ട്. പ്ലേയിങ് 11-ൽ ആദ്യം ഉണ്ടാകുമെന്നതൊരു ചോദ്യമാണ്. എന്നാൽ പോലും ഫാഫ് ഡുപ്ലസി ബെഞ്ചിലുണ്ടെന്നുള്ളത് പോലും അവർക്കൊരു വലിയ പ്രതീക്ഷയാണ്. ദെൻ മുകേഷ് കുമാർ, പേസ് ബൗളിങ്ങിന് മുകേഷ് കുമാർ അവർക്ക് പ്രധാന താരമായിരിക്കും. ഒപ്പം ദർശൻ നാൽക്കണ്ടെ, കൂടാതെ വിപ്രാജ് നിഗം, ദുഷ്മന്ത ചമീര, ഡൊണോവൻ ഫെരീറ, അജയ് മണ്ഡൽ, മൻവന്ത് കുമാർ, ത്രിപുരാന വിജയ്, മാധവ് തിവാരി. ഇതാണ് അവരുടെ സ്ക്വാഡ്. എന്തായാലും 23 അംഗ സ്ക്വാഡ് വളരെ മികച്ചതാണ്. വളരെ മികച്ച കോർ പ്ലേയേഴ്സ് ഉണ്ട്. KL രാഹുലും അക്സർ പട്ടേലും കുൽദീപ് യാദവും അടങ്ങുന്ന ഇന്ത്യൻ താരങ്ങൾ. അതുപോലെ ട്രിസ്റ്റൻ സ്റ്റബ്സും മിച്ചൽ സ്റ്റാർക്കും ജെയ്ക്ക് ഫ്രേസർ മക്കാർക്കും ഹാരി ബ്രൂക്കും ഫാഫ് ഡുപ്ലസിയും. സോ മികച്ച സ്ക്വാഡ് തന്നെ DC ക്കുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.